നീയാണല്ലേ വർഗീസ്? അതെ സാറാ, തിരുന്ന് സംസാരിക്കാം. വാ വാ സാർ. വാ. ഈ പൈലി നീയായിട്ടുള്ള പ്രശ്നം കോടതി തീർപ്പാക്കാനിരിക്കുക നീ എന്തിനാണ് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്? സാർ എന്റെ മോളെ കണ്ടില്ലേ? സാറ് പറ, സാറാണെങ്കിൽ പോയി ചോദിക്കില്ലേ? മുണ്ട് കത്തിയിട്ടാ. കത്തിയായിട്ടാണോ ചോദിക്കാൻ പോണേ? കത്തിയ ഇതിനാണോ സാറ് കത്തി എന്ന് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ പാക്കുട്ടി എന്ന് പറയാറ്. ഇതുകൊണ്ട് കുത്തിയാലും നാളെ ആവത്തില്ല സാറേ. അപ്പൊ എങ്ങനെ കുത്തിയാ ചാവും നിനക്കറിയാം? ചിരിക്കല്ലേ നീ. നീ ആരടാ? എന്റെ മോനെ സാറേ. എന്താണ് നിന്റെ പേര്? ആൽവിൻ. അവൻ സെമിനാരിയിലാ. വിനോദ്, ഈ വർഗീസിന്റെ കഴിഞ്ഞ 6 മാസത്തെ കോളുകളുടെ ലിസ്റ്റ് എനിക്ക് വേണം. 6 മാസത്തെ? അതെ. പിന്നെ ഈ ഏരിയയിലുള്ള ഇവന്റെ വീട്ടിനടുത്തുള്ള CCTVകളുടെ ഫുട്ടേജസ് ഇരിക്കും. അതും 6 മാസം വേണോ സാർ? അതെ, 6 months. ഓക്കെ. റൈറ്റ് നൗ കേട്ടോ? ശരി സാർ. ഓക്കെ. ഹലോ. ഹലോ. ഇവിടെ ഇന്നൊരു പോലീസുകാരൻ വന്നായിരുന്നു. DYSP ആന്നാ പപ്പ പറഞ്ഞേ. സൈമൺ സാറാ? ഓ. ഹലോ. ഹലോ. അതെ, ഇവിടെ റേഞ്ചില്ല. ഒരു മിനിറ്റ്. ഹലോ. 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 ഇപ്പൊ കേക്കാം, പറ. അയാള് വീടിനകം മുഴുവനും നോക്കിയിട്ട് പപ്പയോട് എന്തൊക്കെയോ കുറെ കാര്യങ്ങളും ചോദിച്ചിട്ടാ പോയെ. എനിക്കെന്തോ പേടിയാവുന്നു. എടി, നീ പേടിക്കണ്ട. അതീ പോലീസുകാരുടെ ഒരു രീതിയാ. സൈമൺ സാറിനോട് ഞാൻ പറഞ്ഞോളാം. ഉറപ്പാണോ? പേടിക്കണ്ട കേട്ടോ. ഓക്കെ. സൈമൺ സാറിനോട് ഞാൻ എന്ത് പറയും? എന്താടോ? സാറേ, എനിക്ക് ചില സംശയങ്ങളുണ്ട് സാറേ. എന്താ സാറേ, കൂടെ ജോലി ചെയ്യണ കോൺസ്റ്റബിൾ ശ്രീകുട്ടനെ കുറിച്ചാ. കാരണം ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടിയ ഷർട്ട് ഏതാണ്ട് അവന് തന്നെ കിട്ടാൻ പാടുള്ളൂ എന്നൊരു മൈൻഡായിരുന്നു അവന്. അതായത് ഈ നമ്മൾ കൊണ്ടിട്ടിട്ട് നമ്മൾ തന്നെ കണ്ടെത്തില്ലേ, ഏതാണ്ട് അതുപോലെ. ഇതിന്റെ പേരാണ് ജലസി, അസൂയ. അല്ല സാറേ, സെർച്ചിങ്ങിനിടെ ഞാനാണ് ആദ്യം ആ ഷർട്ട് എടുക്കണ ഭാഗത്തേക്ക് പോയത്. പെട്ടെന്ന് തന്നെ ശ്രീകുട്ടൻ വന്ന് എന്നോട് പറഞ്ഞ് പൗലോ സാർ വിളിക്കണം. പിന്നെ രാത്രി സ്റ്റേഷനിൽ വെച്ചിട്ട് പിങ്കർ ബാബുള്ളവന്റെ പെരുമാറ്റത്തിലും കുറച്ച് കുഴപ്പമുണ്ടായിരുന്നു. ഈ പിങ്കർ ബാബും ശ്രീകുട്ടനും തമ്മിൽ പലതവണ ഉടക്കം ഉണ്ടായിട്ടുണ്ട്. അന്ന് അന്നമ്മ ആക്സിഡന്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ പിങ്കർ ബാബു ശ്രീകുട്ടന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് നമ്മുടെ മരം വെട്ടണ ക്ലീറ്റസ് കണ്ടതുമാണ്. അത് തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട് സാറേ. ഈ വർഗീസിന്റെ മോളെ കെട്ടാൻ നിൽക്കാനുള്ള ശ്രീകുട്ടൻ, പിന്നെ ഈ പൈലിയും വർഗീസ് തമ്മിലുള്ള കേസും വഴക്കൊക്കെ സാറിന് അറിയാവുന്നല്ലേ. സാറിന് ആ വർഗീസിന്റെ വീട്ടിൽ പോയിരുന്ന പോയി. അത് ഏതാണ്ട് ഒരു 2 മണിക്കല്ലേ? അതെ. സാർ ആ വീട്ടിൽ ചെന്നെന്നും പറഞ്ഞ് ആ സ്പോട്ടിൽ ശ്രീകുട്ടന് ഫോൺ വന്നിരുന്നു. അതിന് വർഗീസിനെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ ബാബുവിനെ പൂട്ടാനാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് ഒരു പോലീസുകാരന്റെ ബുദ്ധി ഉണ്ട് സാറേ. ശ്രീകുട്ടനാ സാർ. ശ്രീകുട്ട ഒറ്റയ്ക്കാണ്. വേറെ പെട്രോളിംഗ് നമ്മുടെ ശ്രീകുട്ട വന്നാൽ ബാബുവിന്റെ അച്ഛനും ഭാര്യയും ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോട് ചോദിച്ചാൽ ചിലപ്പോ ബാബു എവിടെയാണ്. നേരത്തെ പറഞ്ഞ ഈ എഞ്ചിനീയറുടെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പൈലി ആ ബന്ധം വിട്ടതിന് ശേഷം നോക്കുന്നത് ഈ ബാബു. അത് പൈലിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമെന്ന് കേട്ടിട്ടുണ്ട്. പറഞ്ഞു വരുമ്പോ അവന്റെ കയ്യിൽ എല്ലാ പണമുണ്ട്. സാർ,
പിങ്കർബാബുവിന്റെ വീടിന്റെ മുന്നിൽ വെച്ചാന്നേ വർഗീസിനെ ശ്രീകുട്ടനെ ഞാൻ കണ്ടത്. അവരുടെ നിപ്പത്ര പന്തിയല്ലായിരുന്നു. ഞാൻ ശ്രീകുട്ടനെ കണ്ടപ്പോ ഏതാണ്ട് 12 മണി അടുത്തായി കാണും സാറേ. സമയം ഇത്ര കൃത്യമായിട്ട് ഓർക്കാൻ എന്താ കാരണം? അത് അച്ഛൻ ഉറങ്ങുമ്പോ 11 കഴിയും. അതിൽ പിന്നെ ഞാൻ പുറത്തോട്ടിറങ്ങിയത്. അതാ. ഈ ശ്രീകുട്ടൻ ഒറ്റയ്ക്കായിരുന്നു? അതെ, ശ്രീകുട്ടൻ ഒറ്റക്കായിരുന്നു. സാറേ, പട്ടാബുക്കിലെ ശ്രീകുട്ടന്റെ പൗലോസിന്റെ സൈൻ ഉണ്ട്. ഇന്ന് തന്നെയല്ല ടൈമിലും വേരിയേഷൻ ഉണ്ട് സാറേ. പൈലിയും മറിയവും മരിച്ച ദിവസം രാത്രി നീ ഒറ്റയ്ക്കാണോ പെട്രോളിങ്ങിന് പോയത്? സാറേ, ഞാനും പൗലോ സാറും ഉണ്ടായിരുന്നു. പൗലോസിന്റെ മൊഴി എടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. വഴിക്ക് വെച്ച പൗലോ സാറ് തിരിച്ചുപോയി. എത്ര മണിക്കാണ് നീ പള്ളിയിലെത്തിയത്? 10 മണി. സ്ഥിരമായിട്ട് പള്ളിയിൽ 10 മണിക്ക് എത്താറ്. 11 മണിക്കാണ് നീ പള്ളിയിലെത്തിയത്. കപ്പിയാരെ പറഞ്ഞു. പള്ളിയിലെ പട്ടബുക്കിൽ എന്തിനാ നീ സമയം തിരുത്തി എഴുതിയത്? സാറേ, അത് ഞാൻ പൗലോസിന്റെ പേരെന്തിനാ നീ കൂട്ടിച്ചേർത്തത്? അന്ന് രാത്രി നീയും വർഗീസും കൂടെ എന്തിനാ ബാബുവിന്റെ വീട്ടിൽ പോയത്? സാറേ, അവിടെ വെച്ച് ബൈക്ക് കേടായതാ. അവിടെ വെച്ച് തന്നെ കേടായി അല്ലേ? സാറേ, ഈ കേസിൽ ഞാൻ ആരെയും സഹായിച്ചിട്ടില്ല. സാർ എന്താ ഉദ്ദേശിക്കണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ പറയുന്നത് നിനക്ക് നന്നായിട്ട് അറിയാം. നീ എന്നോട് അരപ്പി സർക്കല്ലേ? മരിച്ചുപോയ ഒരു പോലീസുകാരന്റെ വീടായോണ്ടാ ഞാൻ ഇത്രയും മര്യാദയോട് കൂടി സംസാരിക്കുന്നത്. ഇനി ഒരു വരവുണ്ടായ ഈ മര്യാദ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. മനസ്സിലായല്ലോ?